ഏറ്റവും പരമപ്രധാനമായി നമ്മുടെ വിശ്വാസങ്ങൾ തന്നെയാണ്. നമ്മുടെ ഇന്നർ ഹാപ്പിനെസ്, ഉള്ളിലുള്ള സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്, പുറത്തുള്ള സന്തോഷമല്ല. പുറത്തുള്ള സന്തോഷം നമുക്ക് വലിയ കാറ് വാങ്ങുമ്പോൾ, വലിയ വീട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ മെനയുമ്പോഴൊക്കെ കിട്ടുന്നതൊക്കെ സിന്തറ്റിക് ഹാപ്പിനെസ് എന്നാണ് അതിന് പറയുക. നമുക്ക് വസ്തുക്കൾ കിട്ടിക്കൊണ്ടുള്ള സന്തോഷമാണ്. പക്ഷേ കാലാകാലം നിലനിൽക്കുന്ന സന്തോഷത്തിന് ഒതൻറ്റിക് ഹാപ്പിനെസ് എന്നാണ് പറയുക. ഒതൻറ്റിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലാകാലങ്ങളായി കിട്ടേണ്ടുന്ന സന്തോഷം. ഈ ലോകത്തിൽ വേറെ ഏത് സന്തോഷവും കുറച്ച് നേരത്തേക്ക് മാത്രം നിൽക്കുന്നത്. ഉദാഹരണത്തിന് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുതിർന്ന ഒരു 18 or 20 വയസ്സുള്ള കുട്ടിക്ക് ഇപ്പോൾ ഒരു 14 Pro, അതായത് 14 Pro എന്ന് പറയുന്ന മൊബൈൽ കിട്ടാൻ ആഗ്രഹമുണ്ടോ? അതിന് ഏകദേശം 1.5-1.25 ലക്ഷം രൂപ വരും. അപ്പോൾ ആ മൊബൈൽ കിട്ടൽ അവൻ്റെ ഡ്രീമാണ്. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അത് തീരും. ആ വലിയ സ്വപ്നം അവന് നഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവൻ അവിടെ ഇവിടെയൊക്കെയാണ് മൊബൈൽ വെക്കുക. അതിനെയാണ് സിന്തറ്റിക് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അല്പനേരത്തേക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഇതേപോലെ തന്നെ ഒരു കാറ് വാങ്ങിച്ചാൽ, പുതിയ കാറായിരിക്കും, അതൊരു 3-4 മാസം ഇങ്ങനെ കൊണ്ടുപോയി ആദ്യത്തെ വരുതൽ കഴിഞ്ഞാൽ അതിനോടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ അങ്ങോട്ട് പോകും. ഒരു വീട് വെച്ചാലും അങ്ങനെ തന്നെയാണ്. ഒരു വീട്, വലിയ വീടാണ് ഇപ്പം എല്ലായിടത്തും വെക്കുക. ഈ വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വീടുണ്ടാക്കി അപ്പുറത്ത് അതിലും വലിയൊരു വീട് അയൽവാസി ഉണ്ടാക്കിയാൽ ആ വീട് കാണുമ്പോൾ നമുക്ക് നമ്മുടെ വീടിനോട് തന്നെ പുച്ഛം തോന്നും. കാരണം നമ്മുടെ വീട് കയറ്റിക്കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് മാത്രമേ മാക്സിമം അതിൻ്റെ ആ രസം കിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ അയൽവാസികൾ വലിയ വീട് വെക്കും, നമ്മുടെ കുടുംബക്കാർ അതിലും വലിയ വീട് വെക്കും. അപ്പോൾ നമ്മുടെ വീടൊക്കെ എങ്ങനെ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വീട് ഒരു കാലഘട്ടത്തിൽ പറയപ്പെട്ടിരുന്ന ഞങ്ങളെ വെട്ടിച്ചിറയുള്ള, നിങ്ങളൊക്കെ ഈ ഇതിലൂടെ പോകുമ്പോൾ കാണാം, OKBയുടെ വീടാണ്. കാരണം കേരളത്തിലെ നമ്പർ 1 വീട് എന്നത് അന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ ടാക്സിൻ്റെ വിഷയമൊക്കെ വന്നിട്ട് മൂപ്പർ അത് ഒഴിവാക്കിയത്. പക്ഷെ അത് ഇന്ന് കേരളത്തിൽ മൊത്തത്തിൽ പോകുന്ന സമയത്ത് അത് എത്രയോ ചെറിയ വീടാണ്. അത് അദ്ദേഹം 25 വർഷം മുമ്പ് കയറ്റിയതാണ്. അതുകൊണ്ട് അത് വലിയ വീടായി. ലണ്ടൻ ബേസിലുണ്ടാക്കിയൊരു കൊട്ടാരമായിരുന്നു അത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വീട് വെച്ചാലും അതിൻ്റെ ആ സന്തോഷം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. നിതാന്തമായ സന്തോഷം എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ആ സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ, ഉദാഹരണത്തിന് ഇതിനൊരു ബാനിയുണ്ടാവും, ഈ സ്ഥാപനം ഉണ്ടാക്കിയൊരു വ്യക്തിയുണ്ടാവും. അതാരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം എന്നേക്കാൾ കൂടുതലായി. അതിൻ്റെ തുടക്കക്കാർ ചിലപ്പോൾ 4-5 ആൾക്കാരുണ്ട്. അപ്പോൾ ദാറുൽ ഹുദയെക്കുറിച്ച് പറയുമ്പോൾ ബാപ്പുട്ടി ഹാജിയെ പറ്റി പറഞ്ഞിട്ടേ ദാറുൽ ഹുദ മുന്നോട്ട് പോകും. കാരണം ബാപ്പുട്ടി ഹാജിയുടെ ബ്രെയിനാണ് സത്യത്തിൽ ആ സംഭവം, ദാറുൽ ഹുദ എന്ന് പറയുന്നത്. ഇതേപോലെ ഇതിനൊരു ബാനി എന്ന് പറഞ്ഞാൽ നിർമ്മിച്ച ആളാണ്, അല്ലെങ്കിൽ അതിന് ആശയം കണ്ടെത്തിയ ആൾ. അവരൊരു പക്ഷേ ഇന്ന് ഖബറിലെത്തിയിട്ടുണ്ടാകാം. അത് കാലങ്ങളായി അവരിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തെയാണ് നമ്മൾ ഒതൻറ്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയാൽ അവിടെ 50 പള്ളി 100 പള്ളിയൊക്കെ കയറ്റിക്കൊടുത്ത ആളുകൾ നമ്മൾ മലയാളികളായിട്ട് ആൾക്കാരുണ്ട്. അവിടെ പള്ളിയേറ്റം വലിയ പൈസ ഒന്നുമില്ല, കുറഞ്ഞ പൈസക്കും കയറ്റാം. എന്നാലും അവിടുത്തെ ആളുകൾ ഇവർ വീണ്ടും ചെല്ലുന്നത് കാത്തിരിക്കും. ആ സാധു ഒരിക്കൽ പോയിട്ട് മാത്രം വന്ന ആളായിരിക്കും. ആ പോക്കിലൊരു 10-50 ലക്ഷം രൂപ ചിലവാക്കി ചിലപ്പോൾ കയറ്റിക്കൊടുത്തതാകാം, മേ ബി, എനിക്കറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അവരെ കാത്തിരിക്കുന്ന ജനത നമുക്ക് കാണാൻ പറ്റും. അയാളിനി എന്നാ വരിക, അയാളിനി വരുമോ എന്നൊക്കെയാണ്. ആ പള്ളിയിൽ നിസ്കാരം നടക്കുന്നിടത്തോളം കാലം, അത് മിക്കവാറും NRIs ആണ് ചെയ്യാറുള്ളത്, ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ആരും ചെയ്യാറില്ല. അപ്പോൾ NRIs, അറബ്സൊക്കെ പോയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ആ സംഭവത്തിനെ കാത്തിരിക്കുന്ന ജനതയെ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു വീടുണ്ടാക്കാൻ വേണ്ടി മാറ്റിവെച്ച 10 ലക്ഷം രൂപയിൽ നിന്ന്, ആ 10 ലക്ഷം രൂപ നമ്മളെ വീട് വലുതാക്കാൻ വേണ്ടി വെച്ചതാണ്. അതിൽ നിന്നൊരു 5 ലക്ഷം രൂപ എടുത്ത് നമ്മുടെ സ്വന്തം അനുജൻ്റെ കിഡ്നിയുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്ത്, അങ്ങനെ അനുജൻ്റെ മക്കൾ ആ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ആ 2 ചെറിയ മക്കൾ അനുജൻ്റെ മടിയിലിരുന്ന് കളി കാണുന്ന അല്ലെങ്കിൽ കളിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, അത് നമ്മൾ വീട് വെക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് ശക്തമാണ്. കാരണം ഈ കൊച്ചുകുട്ടികൾക്ക് പിതാവിനെ തിരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അതൊരു നിമിത്തമാകാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമാണ്. ഇതിനെയാണ് ശരിക്കും ഒതൻറ്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇസ്ലാമികപരമായ 5 മുഖങ്ങളെ പറഞ്ഞു ഞാൻ. എന്ന് വെച്ചാൽ ഒന്ന് ഈമാനിയാത്താണ്, അതിശക്തമായ ഈമാൻ നമുക്കുണ്ടായിരിക്കുക. അള്ളാഹുവാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നവനെന്നും അവനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ദാതാവെന്നും അവന് മാത്രമാണ് നമ്മുടെ ഇബാദത്തുകളെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മാത്രമേ ഞാൻ കൊണ്ടു നടക്കൂ എന്നും ഉറച്ച വിശ്വാസത്തോടു കൂടി പോകും. അതാണ് ഇവിടെ കമാൽ സാഹിബ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. അങ്ങനെ അത് ഏത് കളിയുടെ മാമാങ്കമായാലും ശരി അതിനെ വിടാതിരിക്കുക എന്നത്, അതാണ് ഖത്തർ ഭരണാധികാരി കാണിച്ചു തന്ന സംഭവങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്,
ഞാനും തന്നെ ഈ പറയുന്ന ഞാനും അങ്ങനെ കണ്ട് പറയല്ല, ഈ ലോകകപ്പ് എന്ന് പറഞ്ഞ സാധനമൊന്നും ഞാനും ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഖത്തറിൽ നമ്മളെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് 2-3 കളി ഞാനും കാണുണ്ടായി. ഞാനൊന്നും ഫേസ്ബുക്കിലൂടെ ഇല്ല, ഒന്നും യൂട്യൂബിലൂടെ. യൂട്യൂബിലൊക്കെ ആരൊക്കെ ഞാനതിന് ഉത്തരവാദിയല്ല. അപ്പം ഖത്തറിൽ ആയാലും നമുക്ക് നീട്ടായിട്ട് അങ്ങനെ കാണാൻ പറ്റും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം ചുരുക്കത്തിൽ ഏത് മാമാങ്കത്തിനിടയിലും സത്യത്തിൽ ആ ഒരു ക്വാളിറ്റിയെ വിടാതിരിക്കാൻ നമുക്ക് സാധിക്കുക എന്ന്. ആ ക്വാളിറ്റിയുടെ പേരാണ് ഈമാൻ. അതിശക്തമായ വിശ്വാസം നമുക്കുണ്ടാവുക. ആ വിശ്വാസത്തിലൂടെ പോകുമ്പോൾ രണ്ടാമത്തേതാണ് വിശ്വാസം ശക്തമായി കഴിഞ്ഞാൽ വേറെ 2-3 ശക്തമായ കാര്യങ്ങളാണ്. ഒന്ന് ഇബാദാത്ത്. അത് പറയലല്ല എന്നത്തെ എൻ്റെ ഉത്തരവാദിത്വം. ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. അതിൻ്റെ മുമ്പ് പറഞ്ഞ കെലിമയാണ് ഈമാൻ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ശക്തമായി ചെയ്യുക എന്നത് ഇബാദത്താണ്. എന്നാൽ ഇനി ശ്രദ്ധിക്കണം, ഈ 2 കാര്യങ്ങൾ മാത്രം ചെയ്തതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുകയില്ല. ഈമാനും അമലു സ്വാലിഹാത്തും എന്നാ പറഞ്ഞത്, ഈമാനും ഇബാദത്തും എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഈമാൻ ഇബാദത്ത് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാലിഹത്തായ ഇബാദത്തുകളിൽ പെട്ടതാണ് നമ്മുടെ ഏത് മുആമലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക രംഗമാണ്. ആ സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മതയില്ലായ്മ നമ്മുടെ ഈമാനിനെയും പൊളിച്ചു കളയും, നമ്മുടെ ഇബാദത്തിനെയും പൊളിച്ചു കളയും. ഉദാഹരണത്തിന്, നമ്മൾ നല്ല രീതിയിലല്ല സമ്പാദിച്ചത്, നല്ല രീതിയിലല്ല ചെലവഴിച്ചതെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ 3 കോടതികളാണ്. ഉലമാക്കളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ഈമാനുമായി ബന്ധപ്പെട്ട കോടതി, മറ്റൊന്ന് ഇബാദത്തുമായി ബന്ധപ്പെട്ട കോടതി, മറ്റൊന്ന് ഹുഖൂഖുൽ ഇബാദ് അഥവാ മനുഷ്യരാശിയോടും അതേപോലെ തന്നെ പക്ഷി മൃഗാദികളോടും നമ്മൾ എന്തൊക്കെ ചെയ്തുവോ അതിനെ മുഴുവനും ചോദ്യം ചെയ്യപ്പെടുന്ന 3ാമത്തെ കോടതി ഹുഖൂഖുൽ ഇബാദ് എന്നാണ് അതിന് പറയുക. അള്ളാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങളെ കുറിച്ചുള്ള ചോദ്യം ചെയ്യലാണ്. ബാക്കി 2 അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്, 3ാമത്തേത് അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഈ ഹുഖൂഖുൽ ഇബാദ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങളോടുള്ള കടപ്പാടുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട് സാമ്പത്തിക കടപ്പാടുകളാണ്. സാമൂഹിക കടപ്പാടുണ്ട്, മാനസിക കടപ്പാടുണ്ട്, ശാരീരിക കടപ്പാടുണ്ട്. ഏറ്റവും പ്രധാനമായി പറഞ്ഞത് സാമ്പത്തിക കടപ്പാടാണ്. അതെന്തുകൊണ്ടാണ്? അതായത് യുഖീമൂന സ്വലാ വ യൂതൂന സക്കാ എന്ന് വെച്ചാൽ നമ്മൾ നിസ്കാരം പാലിക്കുക. ഇബാദത്തുകൾ ഏറ്റവും ടോപ്പ് നിസ്കാരമാണ്. മറ്റുള്ളവരുടെ ബാധ്യതകളുമായി ബന്ധപ്പെട്ടത് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ അത് സക്കാത്ത് കൊടുക്കലാണ്. അവിടെ നമുക്ക് തുടങ്ങാം. സക്കാത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാറില്ല. ഉലമാക്കളൊക്കെ പള്ളിയിൽ ചർച്ച ചെയ്യുന്നു എന്നല്ലാതെ നമ്മൾ പൊതുജനങ്ങൾ അധികം ചർച്ച ചെയ്യാറില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അഥവാ നമ്മൾ സക്കാത്ത് കൊടുക്കാതെ സദക്ക കൊടുക്കുന്നവർ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ഫർള് നിസ്കരിക്കാത്തവരെ പോലെയാണ്. സക്കാത്തിനെ കുറിച്ച് നമ്മൾ ഒന്നും ചിന്തിക്കുന്നേ ഇല്ല മിക്ക ആളുകളും. അതേതുപോലെയാണ്, ഇപ്പൊ അസർ ബാങ്ക് കൊടുത്തു, അവിടെ പോയിട്ട് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് പോന്നാൽ എങ്ങനെയുണ്ടാവും? അസർ നിസ്കരിക്കാതെ. ഇതേപോലെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കാതെ സദക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ 4 കൊടുതികളാണ് പ്രധാനമായും ദീനിലുള്ളത്. ഒന്ന് സക്കാത്താണ്, മറ്റൊന്ന് സദക്കയാണ്, പിന്നൊന്ന് ദൈനാണ്, പിന്നെ ഒന്ന് ദൈൻ എന്ന് പറഞ്ഞാൽ കടം കൊടുക്കലാണ്, പിന്നെ ഒന്ന് ആയത്തുദ്ദൈൻ. ഏറ്റവും ഖുർആനിൽ ഏറ്റവും നീണ്ട ആയത്ത് തന്നെ ആയത്തുദ്ദൈനാണ്, കടം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ ഒന്ന് ഹദിയയാണ്. ഹദിയ എന്ന് പറഞ്ഞാൽ അത് ആർക്കും കൊടുക്കാം, നമ്മൾ സമ്മാനമായി കൊടുക്കുന്നതാണ് ഹദിയ. അത് രാജാവിനും കൊടുക്കാം. ഉദാഹരണത്തിന് ഖത്തറിലെ ഇതൊക്കെ നന്നായിട്ട് നടപ്പിലാക്കിയതിന് ഖത്തർ ഷെയ്ഖ് 14-18 ലക്ഷം കോടിയാണ് അത്ര ചെലവാക്കിയത്. അയാൾക്ക് വേണമെങ്കിൽ 10 രൂപയുടെ അത്തർ കൊണ്ടേ കൊടുത്താലും അതും ഹദിയയാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഏറ്റവും വലിയ സമ്പന്നനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹദിയ. അത് അത്തറായി കൊടുക്കുന്നവരുണ്ട്, ചിലപ്പോൾ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആയി കൊടുക്കുന്നവരുണ്ട്. ഭാര്യയ്ക്ക് പോലും നമ്മൾ ഹദിയ കൊടുക്കണം എന്നാണ്. ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കരുത്, സദക്ക കൊടുക്കരുത്, ദൈനും വല്ലാണ്ട് കൊടുക്കേണ്ടതില്ല, പക്ഷെ ഹദിയ കൊടുക്കണം. നമ്മൾ പുറത്തു പോയിട്ട് വരുന്നത് ഒരു ചോക്ലേറ്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ പോലും അതൊരു സമ്മാനമാണ് എന്ന നിയ്യത്താണെങ്കിൽ അതിന് പോലും പ്രതിഫലം വേറെയാണ്. കൊടുത്തതിന് മാത്രമല്ല, നിയ്യത്തിന് വേറെ പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതലായി ഇതിലേക്ക് ഇമ്മേഴ്സ്ഡ് ആണെങ്കിൽ, നമ്മളത് ചെയ്യണമെങ്കിൽ നമ്മൾ ബജറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് കടക്കണം.